അപ്പൊ ഗൈസ് ഞങ്ങള് അടിപൊളി ആലു പൂരി ഉണ്ടാക്കിയിരിക്കുകയാണ്. ആലു പൊടി കാണുന്നത് കണ്ട അടിപൊളിയായിട്ട് നല്ല ക്രിസ്പിയിൽ ഞങ്ങൾ ആലു പൂരി വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. പൊടി വിശന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഗൈസ്. അപ്പൊ ഇതും ആഹാ അടിപൊളി കട്ട ചട്നിയും കൂടി ഇതൊക്കെ കട്ട ചട്നിയിൽ ഇത് മുക്കിയിട്ടുണ്ടല്ലോ ഗൈസ്. ഇതിങ്ങനെ മുക്കിയിട്ട് ഞാൻ പൊടിന്റെ വായിലിട്ട് കൊടുക്കുന്നു നോക്കോ. ആദ്യം അമ്മായിന്റെ വായിലിട്ട് കൊടുത്തു എന്നിട്ട് എനിക്ക് തന്നെ നല്ല ക്രിസ്പി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അടി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മളത് അങ്ങനെയല്ലേ ഈ ചട്നിയിൽ ഓക്കെ ഓക്കെ ചട്നിയിലൊക്കെ ഇങ്ങനെ മുക്കിയിട്ട് പൊടിക്ക് എടുക്ക. ഇല്ല ഇല്ല ഒന്നുമില്ല പൊടിക്ക് എന്നിട്ട് എങ്ങനെയുണ്ട് പറയണം കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇത് മെയിനായിട്ട് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പൂരിയല്ല കേസ്. പൊടി അടിപൊളിയാണ്. ഞാനും ഒരു പായ കൊടുക്കട്ടെ കേസ്. അപ്പോൾ വിശന്നിരിക്കണം കേസ്. അപ്പോൾ ഇതിന്റെ റെസിപ്പി നമ്മൾ എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കാണാം. ശരി കഴിക്കാം. കഴിക്കാം വേണ്ട ഞാൻ കഴിക്കാം. അനുമോളെ അനുവും കഴിക്കട്ടാ. ഓക്കേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് കുറേ നാളുകൾക്ക് ശേഷം ഏകദേശമൊക്കെ ചിലപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ഞാൻ ചെയ്തിട്ട് കുറേ കാലങ്ങളായിട്ടുണ്ടാവും, ഒരു വർഷത്തിന് മേലെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു അടിപൊളി തമിഴ്നാട് സ്റ്റൈൽ ആലു പൂരി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങളുടെ ഒരു സ്റ്റൈലിലാണ് ഞങ്ങളിത് ഉണ്ടാക്കാൻ പോണത് കേസ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കഴിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇൻട്രോയിൽ കണ്ടല്ലോ കുട്ടികളുടെയൊക്കെ എക്സ്പ്രഷനും അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കണ്ടല്ലോ. അപ്പോൾ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് മെയിനായിട്ട് ഉരുളക്കിഴങ്ങ് കാര്യങ്ങളൊക്കെ വേണം കേട്ടോ കേസ്. അത് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ള ഒരു പൂരിയാണ്. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന പൂരിയല്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മാക്സിമം ഫുള്ളായിട്ട് കാണാൻ നോക്കട്ടെ കേസ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം, നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കി നോക്കണം എന്തായാലും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് വെള്ളം എന്ന അനുപാതത്തിൽ എടുത്തിട്ട് നമ്മളത് ഒരു 10 മിനിറ്റ് കുതിർക്കാൻ വെക്കട്ടെ ഗൈസ്. അപ്പോൾ അതിലേക്ക് പച്ചമുളക് അരിഞ്ഞത്, ജീരകം, മഞ്ഞൾപ്പൊടി, ചില്ലി ഫ്ലേക്സ്, മല്ലിയില എന്നിവ ഇട്ടിട്ട് നന്നായി ഇളക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നന്നായി ഇളക്കണം. അതിൽ ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി ഇളക്കിയെടുക്കുക. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് നമ്മൾ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മാവെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ ഗൈസ്. ഇനി ഒരു 10 മിനിറ്റ് ഇത് വെക്കണം. അപ്പോൾ ഇതുപോലെ വരണം കേട്ടോ. നമുക്ക് നല്ല കൺസിസ്റ്റൻസിയിൽ കിട്ടണം. അടിപൊളിയായിട്ട് ഇത് അമത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം വെച്ചിട്ട് ഇനി നമുക്ക് പൂരി വരത്താം. അപ്പോൾ കുറച്ച് മാവിൽ നിന്ന് നമുക്ക് ആവശ്യം എത്രണ്ണം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഉരുളകളാക്കി എടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് മസാല പൂരി ആലു പൂരി കേട്ടോ. ആലു പൂരിയാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എന്താ പറയുക അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഒക്കെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉരുണ്ടയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പൂരി ആക്കണം അല്ലേ സോ. അപ്പോൾ അതിന് നമുക്കത് നോക്കാം കേട്ടോ. ഗൈസ് അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന പൂരി ഉണ്ടാക്കാൻ പോവാണ്.
അപ്പോൾ അടിപൊളിയായി വന്നിട്ടുണ്ട് ഗൈസ് നമ്മുടെ പൂരി. അപ്പം ഞാൻ നമ്മളെല്ലാം അതേപോലെ ഉണ്ടാക്കട്ടെ ഗൈസ്. അതോ അടിപൊളി. പൂരി മസാല ഇപ്പം ഞാൻ സൗവാണ് കേട്ടോ ഫുള്ളായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ആക്കി നോക്കണം. നോക്കൂ സോ. ഓ ഇപ്പഴല്ലേ ഇങ്ങനെ 2-3 പ്രാവശ്യം നമ്മൾ ഇങ്ങനെ മറിച്ചിട്ടിട്ട് മുക്കിട്ട് കൊടുക്കണം. അപ്പം മതി 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 മതി. ഞങ്ങൾ അടിപൊളി ആലു പൂരി ഉണ്ടാക്കിയിരിക്കുകയാണ്. ആലു പൊടി കാണുന്നത് കണ്ട അടിപൊളിയായിട്ട് നല്ല ക്രിസ്പിയിൽ ഞങ്ങൾ ആലു പൂരി വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. പൊടി വിശന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്ന വീഡിയോ ആട്ടെ ഗൈസ്. അപ്പോൾ ഇതും അടിപൊളി കട്ട ചട്നിയും കൂടി നോക്ക്. കട്ട ചട്നിയിൽ ഇത് മുക്കിയിട്ടുണ്ടല്ലോ ഗൈസ്. ഇതിങ്ങനെ മുക്കിയിട്ട് ഞാൻ പൊടിൻ്റെ വായിലിട്ട് കൊടുക്കുന്നു നോക്കോ. ആദ്യം അമ്മായിന്റെ വായിലിട്ട് കൊടുക്കും, എന്നിട്ട് എനിക്ക് തന്നു. നല്ല ക്രിസ്പി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടിട്ടുണ്ടല്ലേ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ എങ്ങനെയല്ലേ ഈ ചട്നിയിൽ ഓക്കെ ചട്നിയിലൊക്കെ ഇങ്ങനെ മുക്കിയിട്ട് പൊടിക്കുക എടുക്കുക. ഇല്ല അതൊന്നുമില്ല. പൊടിക്ക് എന്നിട്ട് എങ്ങനെയുണ്ട് പറയണം കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇത് മെയിനായിട്ട് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പൂരിയല്ല ഗൈസ്. പൊടി അടിപൊളിയാണ്. ഞാനും ഒരു പായ കൊടുക്കട്ടെ ഗൈസ്. അപ്പോൾ വിശന്നിരിക്കണം ഗൈസ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കാണാം. ശരി കഴിക്കാം. കഴിക്കാം വേണ്ട ഞാൻ കഴിക്കാം.